കൊല്ലത്ത് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയരായ മേലുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്ന് കൊല്ലം ബാർ അസോസിയേഷൻ. ഇതിന്റെ ഭാഗമായി അഭിഭാഷകർ നാളെ കോടതി നടപടികൾ ബഹിഷ്കരിക്കും. സംഭവത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നേരിട്ട് അന്വേഷണം നടത്തണമെന്നും ബാർ കൌൺസിൽ ആവശ്യപ്പെട്ടു. APP അനീഷയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയരായ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെയും പരവൂർ കോടതിയിലെ മറ്റൊരു APPയെയും പൂർണ്ണമായും ബഹിഷ്കരിക്കാൻ കൊല്ലം ബാർ അസോസിയേഷൻ തീരുമാനിച്ചു. കൊല്ലത്തെ അഭിഭാഷകർ നാളെ കോടതി നടപടികളും ബഹിഷ്കരിക്കും. അനീഷയുടെ മരണത്തെ തുടർന്ന് നടത്തിയ അടിയന്തര യോഗത്തിലായിരുന്നു തീരുമാനം. നാളെ കോടതികളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ള രീതിയിൽ ഒരു പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് അഭിഭാഷകരുടേതായിട്ടുള്ള സമൂഹത്തിൻ്റെ ഒരു സന്ദേശം അയക്കുന്നു. മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും മാനസിക പീഡനവും സമ്മർദ്ദവുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന അനീഷയുടെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു. ഒരുത്തിന് കോടതി വരാതിരിക്കാൻ ലീവ് എടുക്കാതെ മുങ്ങാനായിട്ടുള്ള സഹായം ഞാൻ ചെയ്തു കൊടുക്കാത്തതിൻ്റെ പേരിൽ എന്നെയിട്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്നെ അപമാനിച്ച് എന്നെ ഹരാസ് ചെയ്ത് മാനസികമായിട്ട് ഭയങ്കരമായ പ്രശ്നമുണ്ട് എനിക്ക്. മകളെ മാനസികമായി പീഡിപ്പിച്ച DDPയെ അറസ്റ്റ് ചെയ്യണമെന്ന അനീഷയുടെ മാതാവ് പ്രശ്നകുമാരി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഒരുപാട് അങ്ങ് ആക്ഷേപിച്ചെന്നാണ് പറയുന്നത്. ഒരുപാട് അയാൾ ആക്ഷേപിച്ചു കളഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത് ഇത്രയും സംഭവിച്ചത്. സംഭവത്തിൽ വനിതാ കമ്മീഷൻ അംഗം അനീഷയുടെ വീട് സന്ദർശിച്ചു. ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ വിശദമായി എഴുതിയ ഡയറി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണവും ആരംഭിച്ചു. റിപ്പോർട്ടർ, കൊല്ലം.